നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിക്കിടയിൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. യുദ്ധഭൂമിയിലും മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ ദൈനംദിനം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അവർ വാർത്ത വായിക്കുന്ന ചാനലുകളുടെ സ്റ്റുഡിയോയിൽ പോലും സുരക്ഷിതത്വമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ആസ്ഥാനത്ത് നടന്ന ഇസ്രായേലിൻ്റെ ബോംബാക്രമണം ലൈവായിട്ട് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു. അവിടെ ഷഹർ ഇമാമി എന്ന TV ആങ്കർ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവർ പറയുന്നു, ദാ മുറിക്കുള്ളിൽ പൊടി നിറയുന്നു. പിന്നീട് കേൾക്കുന്നത് ഒരു വലിയ സ്ഫോടനമാണ്. ഈ സ്ഫോടനം നടക്കുന്നതിനിടയിൽ അവർ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. യുദ്ധത്തിൻ്റെ ഒരു ഭീകരത നൽകുന്ന ഒരു ചിത്രമാണത്. യുദ്ധത്തിൻ്റെ ഭീകരത പണ്ട് സ്റ്റിൽ ഫോട്ടോകളിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലോകപ്രശസ്തമായ ഒരു പടമുണ്ട്, ഈ അടുത്ത കാലത്ത് അത് വാർത്തയിൽ നിറഞ്ഞിരുന്നു. നിക്കൂട്ട് എന്ന ഫോട്ടോഗ്രാഫറുടെ പടം. വിയറ്റ്നാം യുദ്ധത്തിൽ ഒരു രാസബോംബിൽ നിന്ന് പൊള്ളലേറ്റ് ഒരു പെൺകുട്ടി നഗ്നയായി ഓടുന്ന ഒരു ചിത്രം. ആ ചിത്രം അടുത്ത കാലത്ത് വാർത്തയായത് അതിൻ്റെ ഫോട്ടോഗ്രാഫർ ആരായിരുന്നു എന്നുള്ളതിനെ ചൊല്ലിയായിരുന്നു. പക്ഷേ ലോകപ്രശസ്തമായ ആ ചിത്രം, യുദ്ധത്തിൻ്റെ ഭീകരത മുഴുവൻ വിളിച്ചോതുന്ന ആ ചിത്രം എടുത്തത് ആര് എന്നതിനേക്കാൾ ഏറെ ആ പടം എക്കാലത്തും നിലനിൽക്കുന്ന ഒരു വലിയ വളരെ പ്രാധാന്യമേറിയ ഒരു വാർത്താ ചിത്രമാണ്. ആ ചിത്രം എടുക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ന്യൂസ് ഏജൻസിയുടെ ഫോട്ടോഗ്രാഫറായ നിക്കൂട്ട് വിയറ്റ്നാമിലെത്തുമ്പോൾ വിയറ്റ്നാമിൽ ആ പടമെടുക്കാൻ വേണ്ടി യുദ്ധഭൂമിയിൽ സംരക്ഷണം നൽകിയത് അമേരിക്കയുമായി യുദ്ധം ചെയ്യുന്ന അവിടുത്തെ വിയറ്റ്നാം പട്ടാളക്കാരാണ് എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്ക് എത്രമാത്രം യുദ്ധഭൂമിയിൽ പോലും സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അവിടെ അമേരിക്കയിൽ നിന്നെത്തിയ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും വാർത്ത എഴുതിയതും ചിത്രം പ്രസിദ്ധീകരിച്ചതുമെല്ലാം അമേരിക്ക കാട്ടുന്ന യുദ്ധഭ്രാന്തിനെതിരായിട്ടായിരുന്നു. അതുകൊണ്ട് എവിടെയും മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകണം. അത് ജനാധിപത്യ രാഷ്ട്രമാണെങ്കിലും ശരി, ഏകാധിപത്യ രാഷ്ട്രമാണെങ്കിലും ശരി. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമാണ്. ആ നിലയിൽ ഇറാനിൽ നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണം അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ടതാണ്. 2023 ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങുന്ന സമയത്ത് 3 മാസത്തിനുള്ളിൽ ഏകദേശം 65 മാധ്യമപ്രവർത്തകരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. അതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിലെ ഡബിൾ സൂയിസൈഡ് ബോംബിങ്ങിലൂടെ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അപ്പോൾ പ്രവൃത്തിയെടുക്കുന്നതിനിടയിൽ, അത് യുദ്ധഭൂമിയിലായിക്കോട്ടെ മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ, പ്രവൃത്തിയെടുക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് സുരക്ഷിതത്വമില്ല എന്നുള്ളത് മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇതിനെതിരെ പല ഏജൻസികളും പല സംഘടനകളും ശക്തമായ നിലപാടുകൾ എടുക്കുകയും പല പ്രമേയങ്ങൾ പാസ്സാക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർക്ക് യുദ്ധഭൂമിയിലും മറ്റും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ജനീവ ഉച്ചകോടിയിൽ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. IP എന്ന സംഘടന, ഇൻ്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സംഘടന മാധ്യമപ്രവർത്തകരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 2015 UN രക്ഷാസമിതി ഇത് സംബന്ധിച്ച് പ്രമേയം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണെങ്കിലും മാധ്യമപ്രവർത്തകരെ അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത്, അത് സ്റ്റുഡിയോ ആയിക്കോട്ടെ, ലൈവ് ടെലികാസ്റ്റ് നടക്കുന്ന ഈ കാലത്ത്, ഇസ്രായേൽ തന്നെ ഒരേ സമയം ഗാസയിലും ഇറാനിലും യുദ്ധം അഴിച്ചുവിട്ടിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ മാധ്യമപ്രവർത്തകർ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് രാജ്യാന്തര തലത്തിൽ തന്നെ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.